ശക്തമായ മഴയിൽ കണ്ണൂർ കൊട്ടിയൂർ ബാവലിപ്പുഴ കരകവിഞ്ഞൊഴുകി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മലയോരത്തെ വിവിധ റോഡുകളിലും പാലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പുഴയുടെ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പുണ്ട്. സുനിൽ ഐസക് വിവരങ്ങളുമായി ചേരുന്നു. സുനിൽ, ആളുകൾ ഒഴിപ്പിക്കുന്നുണ്ടോ? സുനിൽ ഐസക് വിവരങ്ങളുമായി ചേരുന്നു. സുനിൽ, ആളുകൾ ഒഴിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണി മുതൽ അതിശക്തമായ മഴയാണ് ഈ കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ചെറുപുഴയിലും ആലക്കോടും ഒപ്പം ഇരിട്ടി മേഖലകളിലൊക്കെ ആ പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകുകയാണ്. ഇരിട്ടിയിലേക്ക് വന്നാൽ ബാവലിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു. അവിടെ കർണാടക വനമേഖലയിൽ ഇന്നലെ രാത്രിയോടുകൂടി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം അത്രമേൽ വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടാവുന്നത്. പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ മഴയ്ക്കൊരു ചെറിയ ശമനമുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇരിട്ടിയിലും ആലക്കോടും ചെറുപുഴ മേഖലകളിലൊക്കെ വലിയ അതിശക്തമായ മഴ പെയ്യുന്നു. അതേ തുടർന്ന് ഈ പ്രദേശത്ത് ഈ ഓണം വിപണിയൊക്കെ വലിയ തോതിൽ അത് ബാധിച്ചിട്ടുണ്ട്. കച്ചവടത്തിനെത്തിയ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വലിയ പ്രതിസന്ധിയിലാണുള്ളത്. അതായത് ഇരിട്ടിയിലൊക്കെ വലിയ നീണ്ട ഗതാഗത തടസ്സമൊക്കെ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എന്തായാലും ബാവലിപ്പുഴയുടെ കരയിൽ താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലാണ് അതിശക്തമായ മഴയുള്ളത്. കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. മറ്റിടങ്ങളിലൊക്കെ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ശരി.